നമസ്കാരം. വൈഭവ് സൂര്യവംശി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ വല്ല അറിഞ്ഞോ? വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനാണ്. നിങ്ങൾ ആലോചിച്ചോട്ടെ, 13 വയസ്സാകുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന് ബാറ്റ് പൊക്കാനുള്ള കരുത്തെങ്ങനെ ഉണ്ടാവും? അതിനുള്ള ആവത് അവൻ ഉണ്ടാവും. എന്നിട്ട് അവൻ IPL കളിക്കാൻ പോണു. അതും രാജസ്ഥാൻ റോയൽസ് വാങ്ങിച്ചിരിക്കുന്നു 1 കോടി 10 ലക്ഷം രൂപ. നീയൊക്കെ ആട്ടിയിട്ടുണ്ട് നടന്നോളി. ഇവിടെ 13 വയസ്സുള്ള ചെറുക്കൻ IPL കളിക്കാൻ പോരുടെ വൈഭവ് സൂര്യവംശി. ആ ചെറുക്കനെ കണ്ട മീശ പോലും വന്നിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, എനിക്ക് സ്പോർട്ട് തക്കിലാണെന്ന് തോന്നുന്നു. അതിനകത്ത് അവൻ്റെ മീശ പോലും വന്നിട്ടില്ല. കറക്റ്റ് 13 വയസ്സ്. ഇവൻ്റെ ഏജിനെ കുറിച്ച് ചെറിയൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഏജ് എല്ലാവരും പറയുന്നവൻ 13 അല്ല, അവന് 17 വയസ്സൊക്കെ ആയി എന്ന് പറഞ്ഞുള്ള ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ അതിനകത്ത് പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ ഏജ് ഇത് തന്നെയാണ്. 2011 മാർച്ച് മാസം 27-ാം തീയതിയാണ് അവൻ ജനിച്ചത്. 2011 മാർച്ച് മാസം 27-ാം തീയതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 13 വയസ്സും കഴിഞ്ഞ് ഏതാണ്ട് 8 മാസത്തോളം പ്രായം. 14ാമത്തെ വയസ്സിലേക്ക്, അതായത് 2026 മാർച്ച് ആവുമ്പോഴേ അവന് 14 വയസ്സ് തികയത്തുള്ളൂ. ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പറയുന്ന IPL. 13 വയസ്സായ ഒരു പയ്യൻ, അവന് വേണ്ടി 2 ടീമുകൾ എന്ത് ചെയ്തു, ലക്ഷങ്ങൾ മുടക്കുന്നു. അത് പോയി പിന്നെ ആരൊക്കെ, ഡൽഹിയും രാജസ്ഥാനും തമ്മിൽ ഒരേ വാതുവെപ്പ് വെച്ച് ലേലം വിളിച്ച് അവസാനം 1 കോടി വരെ ഈ ഡൽഹി വിളിച്ചു. അതിനുശേഷം 1 കോടി 10 ലക്ഷത്തിലേക്ക് രാജസ്ഥാൻ റോയൽസ് വന്നപ്പോൾ അവർ പോയി, മതി, ഇതൊക്കെ മതിയെന്ന്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കടി, ഈ പറയുന്ന 1 കോടി 5 ലക്ഷം രൂപയെങ്കിലും വിളിച്ച് ഈ പറയുന്ന IPL-ലേക്ക് ഈ 13 വയസ്സുകാരൻ എത്തിപ്പെടുന്നത് തന്നെ മഹാ അത്ഭുതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കടി, 13 വയസ്സിൽ ഞാൻ വിചാരിച്ചു ഇവനെങ്ങനെ ഞാൻ പെട്ടെന്ന് എങ്ങനെ ആലോചിച്ചെന്നറിയാമോ? കർത്താവ്, ഇവനൊക്കെ ചെന്ന് ബാറ്റ് ചെയ്ത് ഈ പറയുന്ന ഫാസ്റ്റ് ബോളേഴ്സൊക്കെ വന്ന്, ബുംറയൊക്കെ വന്ന് ഡോനെ വന്ന് എറിഞ്ഞു കൊടുക്കും, ചെറുക്കാൻ ഉരുണ്ട് പോകുമല്ലേ എന്ന് കരുതി ഞാൻ യൂട്യൂബിൽ തികഞ്ഞു ഇവൻ്റെ ബാറ്റിങ്. എൻ്റെ അണ്ണ ആന്തം മുട്ടുപോയി. അവനെ കണ്ട 13 വയസ്സൊന്നും തോന്നിക്കില്ല. അവനെ അവൻ്റെ ഈ പറയുന്ന ഹെൽമെറ്റൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ തോന്നും 13 വയസ്സേ ഉള്ളൂ. പക്ഷെ അവൻ ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവൻ്റെ ഹെൽമെറ്റൊക്കെ ഇട്ട് അവൻ്റെ ഷോട്ട്, വെറൈറ്റി ഷോട്ടാണ് കേട്ടോ, പട്ടക്ക് ഷോട്ട് എല്ലാം ഒരു ആക്രാന്തമാണ്. അവൻ അടിച്ച് റൊട്ടിയാക്കുകയാണ് എല്ലാത്തിനെയും. അതിപ്പോൾ എല്ലാ തരത്തിലുള്ള ഷോട്ടും ഈ പറഞ്ഞ ഋഷഭ് പന്തിനെ പോലെയൊക്കെ കിടന്നൊക്കെ അടിക്കുന്നുണ്ട്. ഈ അണ്ടർ 19 ഓസ്ട്രേലിയക്കെതിരെ പോയി സെഞ്ചുറി അടിച്ചിരിക്കുന്നു. അത് വെറും 58 ബോളിൽ സെഞ്ചുറി, അത് ഓസ്ട്രേലിയക്കെതിരെ, അത് ഈ 13ാമത്തെ വയസ്സിൽ. അതിനുശേഷം 2 ഡക്കുണ്ട്. അത് വേറെ എനിക്ക് ആ കളിയിൽ ഒന്നിൽ സെഞ്ചുറി 104 റൺസും, അത് റൺഔട്ടായത് കേട്ടോ, ഔട്ടായതല്ല, റൺഔട്ടായി. അതിൽ മൊത്തം ഇന്ത്യ യഥാർത്ഥം പറഞ്ഞാൽ 240 എന്തോ റൺസ് അടിച്ചിട്ടുള്ളൂ. അതിൽ 104 റൺസ് മാത്രം അടിച്ചു. അതിൻ്റെ തൊട്ടടുത്ത കളി അവൻ 1 റൺസിൽ ഔട്ടായി. പിന്നെ ചാണ്ടിയോടുമായിട്ട് 2 ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് 2ലും 0 ആയിരുന്നു. സഞ്ജുവിന് പഠിക്കുന്നുണ്ടായിരുന്നു അതിന് വീണ്ടും 2 0 ആയിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ 12ാമത്തെ വയസ്സിലാണ് ഡെബ്യൂ. മുംബൈക്കെതിരെ 12ാമത്തെ വയസ്സിലാണ് ഡെബ്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 13 വയസ്സുള്ള ഒരു പയ്യൻ, വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, നമ്മുടെ ഇവിടെയൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ ബാറ്റ് പൊക്കാനുള്ള ആവത് ഉണ്ടാവത്തില്ല. അറിയാലോ, ബാറ്റ് വെക്കാണ്ട്, അതെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ബോളുടെ കിഴിഞ്ഞ് ചാവൂടെ ആ സ്ഥലത്താണ് അവൻ IPL അരങ്ങേറ്റം കുറിക്കാൻ പോണത്. രാജസ്ഥാൻ റോയൽസ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കേട്ടോ. രാജസ്ഥാൻ റോയൽസ് നമുക്കറിയാം, ഒരുപാട് താരങ്ങളെ ഇങ്ങനെ അവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ അവിടെ കൊണ്ടുവന്ന് ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പം ഈ പറയുന്ന സഞ്ജു സാംസൺ ആയിക്കോട്ടെ, ഈ പറയുന്ന ജയ്സ്വാൾ ആയിക്കോട്ടെ, അങ്ങനെ കുറേ പേരെ അവരെന്ത് ചെയ്തു അവിടെ ഇതുപോലെ കൊണ്ടുവന്ന്. സഞ്ജു സാംസന്റെ തന്നെ കരിയറിൽ ഒരു മാറ്റം വരുത്തിയത് തന്നെ ഈ പറയുന്ന രാജസ്ഥാൻ റോയൽസ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവരെ കൊണ്ടുവന്ന് ഇനി അവിടെ ചെന്ന് അവനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന് നാളത്തെ ഇന്ത്യയുടെ മറ്റൊരു അത്ഭുതമായി മാറിക്കൊണ്ട്, അത്ഭുത ബാലൻ എന്ന് തന്നെ പറയാം. അതായത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ എന്ത് ചെയ്യുന്നു റെക്കോർഡ് വരെ ഇവിടെ തകർന്നിരിക്കുകയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ എനിക്ക് തോന്നുന്നു ഡെബ്യൂ ചെയ്തത് 16ാമത്തെ വയസ്സിലോ അങ്ങനെ എന്തോ ആണ്, മനസ്സിലായോ? 14ാമത്തെ വയസ്സിൽ എന്തോ ആണ് അവൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഡെബ്യൂ ചെയ്തത്. പിന്നെ അതുമല്ല 16ാമത്തെ വയസ്സിലാണ് അവൻ ഇൻ്റർനാഷണൽ കളി കളിച്ചത്. അവിടെ അവരെയൊക്കെ വെട്ടിമുറച്ചുകൊണ്ട് ഈ പറയുന്ന ഈ ചെറുക്കൻ എന്തോടെയോ വൈഭവേ, നീ ആലോചിച്ചേക്കും. നമ്മളൊക്കെ ഞാൻ പറഞ്ഞ നീയൊക്കെ തൂക്കിക്കൊണ്ടിട്ട് നടന്നു. അവന്മാർ 13ാമത്തെ വയസ്സിൽ ചെറുക്കാൻ കോടിപതി. വസീം അക്രത്തിനെ കണ്ടുവന്നു. വസീം അക്രം ഇൻ്റർവ്യൂവിൽ അവൻ പറഞ്ഞത്, വസീം അക്രം പറഞ്ഞു നിങ്ങൾക്ക് എന്തൊരു മെൻ്റൽ സ്ട്രെങ്ത് ആണ് വേണ്ടത്. കാരണം വസീം അക്രം പറഞ്ഞു കൊടുത്ത പിന്നെ ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ടാലൻറ്റ് എല്ലാവർക്കും കാണും, പക്ഷേ മെൻ്റൽ സ്ട്രെങ്ത് വേണം. പക്ഷേ അവൻ്റെ ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അവൻ നല്ല മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ട്. അവൻ ഭയങ്കര മെച്യൂറായിട്ട്
വളരെ പക്വതയോടുകൂടിയാണ് അവൻ സംസാരിക്കുന്നത്. മീശയൊന്നും വന്നിട്ടില്ല, ചെറിയ 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 വര മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നത് അവന് ഏതെങ്കിലും ഒരു കളി ഇറക്കാതിരിക്കത്തില്ല. മനസ്സിലായോ? കാരണം ഞാൻ പറഞ്ഞു, ഞാൻ പേടിച്ചത് എങ്ങനെയാണ് ഇവൻ എങ്ങനെ ഈ ഇത്രയും വലിയ ഈ പിന്നീട് ഈ കൊടുങ്കാറ്റ് പോലെ വരുന്ന ഈ ബൗളേഴ്സിന് ഇവൻ എങ്ങനെ നേരിടുമെന്നുള്ളതായിരുന്നു എൻ്റെ ഭയം. പക്ഷേ ഒന്നും ഭയക്കണ്ട, അവൻ നെഞ്ച് വിരിഞ്ഞുകൊണ്ട് അപ്പർക്കട്ടും ഇരുന്നടിക്കും സ്വീപ്പും. സ്പിന്നറെ കാണുമ്പോൾ അവന് വട്ടാണ്, ഭ്രാന്താകും. സ്പിന്നറെ കണ്ടവൻ ഭ്രാന്താണ്. വന്നു ഗ്രീസ് വിട്ടിറങ്ങുന്നു, അടിയോടടി. ഒരു ഓവറിൽ 5-6 6 ഒക്കെയാണ് അടിക്കണവൻ. അടിയൊന്നും ഞങ്ങൾ ഈ തീർത്ത് വെക്കുകയാണ്. പിന്നെ ജീവനില്ലാത്ത പോലത്തെ അടിയൊന്നുമില്ല, എല്ലാം അങ്ങ് മസിൽ കൊണ്ട് തീർത്ത് വയ്ക്കുകയാണ്. അടിച്ചു കഴിഞ്ഞാൽ അത് 6 ചെയ്യുന്നത്, അത് ഓർഡറും കൂടിയില്ല. നിങ്ങൾ യൂട്യൂബിനകത്തുണ്ട് അവൻ്റെ കുറേ കളികൾ, പോയി കണ്ടു നോക്ക്. അടിച്ച് റൊട്ടിയാക്കുന്നുണ്ടേ. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ ഒരു വണ്ടർ ബോയ് എന്ന് തന്നെ പറയല്ലേ. 13 വയസ്സായ ഒരു പയ്യൻ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഒരാളെ ലേലം വിളിച്ചെടുക്കുന്നത്. അവനെ ലേലം വിളിച്ചെടുക്കുന്നു. ഈ പ്രാവശ്യം അവനെ ഡെബ്യൂ കൂടി ആലോചിച്ച് നമുക്ക് അവന് ഡെബ്യൂ കൊടുക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ റോയൽസ് ഒരു കളി അവനെ ഇറക്കും എന്നുള്ളതാണ്. എന്നും പറഞ്ഞ് അവൻ പല സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരുപാട് ഡക്കുകളും ഒരുപാട് പിന്നീട് കുറഞ്ഞ സ്കോറിൽ ഔട്ടായതൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് സ്വാഭാവികമാണ്. 13 വയസ്സല്ലേ ഉള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ അടി. അവൻ്റെ ആ ഒരു പിന്നെ ഇന്നിങ്സുകൾ, അവൻ്റെ പല ഇന്നിങ്സുകൾ യൂട്യൂബിനകത്ത് ഇപ്പോൾ കിടക്കുന്നുണ്ട്. അതിനകത്ത് അവൻ്റെ വെറൈറ്റി ഓഫ് ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ പക്ക കാലിബറുള്ള പയ്യനാണ്. ഒരു പേടിയില്ല, നെഞ്ചും വിരിച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഓരോ ബോളുകളെയും നേരിടുന്നത്. അവൻ ആ ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ അവൻ ഒരിക്കലും ഒരു 13 വയസ്സായ പയ്യനെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. നല്ല മെച്യൂറായ നല്ല 10-20 വയസ്സുള്ള ഏതോ പയ്യൻ നിന്ന് കളിക്കും പോലെ ആണ് തോന്നുന്നത്. അവൻ്റെ ഏറ്റവും ഇഷ്ടതാരം ആരെന്ന് അവരുടെ ചോദിക്കുന്നുണ്ട് ആ ഇൻ്റർവ്യൂ. അവൻ പറഞ്ഞ ബ്രെയിൻ ലാറയാണ് ഇഷ്ടതാരം. ഓബ്വിയസ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ബ്രെയിൻ ലാറ നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡറാണ്. അവൻ ഇതുപോലെ പ്രായം കുറഞ്ഞ പയ്യനായിട്ട് വന്നവനാണ്. അതുകൊണ്ട് തന്നെ ഈ ലെഫ്റ്റ് ഹാൻഡർക്കൊക്കെ മൊത്തം അവരെ തന്നെയായിരിക്കും പിന്നീട് അവരുടെ ഇഷ്ടതാരമായിട്ട് അവർ പറയുന്നത്. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറെ നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ വിളിച്ചോ എന്നൊക്കെ അവർ ചോദിക്കുന്നത്. ഇല്ല, ഇതുവരെയും വിളിച്ചിട്ടില്ല, വിളിക്കും. അങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മെച്ചൂറോട് കൂടി, വളരെ പിന്നീട് ഈ പറഞ്ഞ അമിതമായ ആവേശമോ ആഹ്ലാദമോ ഒന്നും അവൻ്റെ പ്രവൃത്തിയിലോ അവൻ്റെ രൂപത്തിലോ ഒന്നുമില്ല. അവൻ വളരെ മെച്ചൂറായിട്ടിരുന്നാണ് സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കാൻ വളരെ മെച്ചൂറായിട്ട് ഈ പറയുന്ന തരത്തിലുള്ള ആക്രാന്തം ഒന്നും കാണിക്കാതെ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലോക ചരിത്രം അല്ലെ, ലോക ക്രിക്കറ്റിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടീം നടക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടീമുകൾ അന്തം വിട്ടതല്ലേ. 13 വയസ്സ്, മറ്റവൻ സച്ചിൻ ടെണ്ടുൽക്കർ ഇതുപോലെ 15ാമത്തെ വയസ്സിൽ വന്നു ഇവിടെ ലോകം കീഴുക. അവിടെ നത്തതാ ഒരുത്തൻ അവനെയും കാട്ടി അടുത്ത വരുന്നു, അത് 13 വയസ്സ്. ഇനി എവനെയും കൂടി താങ്ങണമല്ലോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഒരു 2 കൊല്ലം ഇവനിപ്പോൾ IPL അവസരം കിട്ടിയ ഒരു എൻ്റെ ഇങ്ങനെ കളിച്ച് പോവുകയാണല്ലോ. ഭാഗ്യം കൂടി അവൻ്റെ കൂടെ നിൽക്കട്ടെ. ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു മെയിനായിട്ടുള്ള ഘടകമാണ്. ഭാഗ്യം കൂടി അവിടെ നിൽക്കണേ. ഒരു 16-17ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധിക്കട്ടെ. ഇന്ത്യ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കട്ടെ. അങ്ങനെ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ കണ്ട്, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഓരോ പുതിയ പ്രതിഭകളെ കണ്ട് ഈ പറയുന്ന മറ്റുള്ള രാജ്യക്കാർ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നടക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ.